ഇതാടോ EKM കാട ഫാം ഹാച്ചറി ആൻഡ് ചിക്കൻ സ്റ്റാൾ. നാടൻ കോഴി അതൊക്കെ ചെറിയ മുട്ടയുണ്ട്. ഇത് മണിത്താറാവല്ലോ, മറ്റേ വാത്ത. എന്നുള്ളത് 15 മുട്ട. കെട്ടിയവനെ സഹായിക്കണ്ടെന്നുള്ളൂ അല്ലേ? എത്ര മാസമായി? അല്ല മാസമല്ല, ദിവസം മാത്രമേ ഉള്ളൂ. നമ്മുടെ മണിത്താറാവ് ഉണ്ടല്ലോ, മണിത്താറാവിന് അടയിരിക്കാനുള്ള ലക്ഷണങ്ങളൊന്നും കാണിക്കണില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, മണിത്താറാവിൻ്റെ മുട്ട നമുക്ക് എന്തെങ്കിലും വിരിയിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഇനി മുട്ട നമുക്ക് ഇൻക്യുബേറ്റർ ഉള്ള സ്ഥലത്ത് കൊണ്ടുപോയിട്ട് വിരിയിക്കാം. അപ്പോൾ അതിന് മുട്ട പാക്ക് ചെയ്യണേ. 15 മുട്ട. ഈ കൊട്ട ഉണ്ടോ, ഈ കൊട്ട അമ്മ ഉണ്ടാക്കിയതാട്ടോ. അമ്മേൻ്റെ സ്വന്തം കരവിരുതാട്ടി കാണുന്നത്. കറക്റ്റ്. നമ്മൾ വന്ന ഹാച്ചറി ഇതാട്ടോ, അത്യാവശ്യം ഏരിയകളൊക്കെ ഉണ്ട്. ഈ ഹാച്ചറിയുടെ ലൊക്കേഷൻ വരുന്നത് പൂക്കോട്ടുംപാടം പായുംപാടത്താണ്. മാത്രമല്ല ബുധനാഴ്ച ദിവസങ്ങളിൽ മാത്രമാണ് ഇവിടെ മുട്ട നമ്മൾ വിരിയിക്കാനുള്ള പരിപാടിയുള്ളൂ. ബാക്കി ദിവസങ്ങളിലൊന്നും മുട്ട വിരിയിക്കില്ല കേട്ടോ. നമ്മുടെ മണിത്താറാവിൻ്റെ 15 മുട്ടകൾ ഇത് ഇൻക്യുബേറ്ററിലേക്ക് വയ്ക്കാനുള്ള പരിപാടി ആരംഭിച്ചു കേട്ടോ. അപ്പോൾ ഹാച്ചറിയുടെ ഓണർ, അതായത് സാബിത്ത് കാക്ക അവിടെ ഇല്ല, പുള്ളിക്കാരൻ്റെ ഭാര്യയാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടോ. അതായത് ഞാൻ വന്ന സമയത്ത് അവിടെ ഇല്ലായിരുന്നു. വൈഫിന് കാര്യങ്ങളൊക്കെ അത്യാവശ്യം അറിയാം. അപ്പോൾ നമ്മുടെ മുട്ട മാറിപ്പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു മാർക്കിങ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് അവരുടെ ഇൻക്യുബേറ്റർ സംവിധാനം. ഇവിടെ നിലവിലിപ്പോൾ കുറച്ച് മുട്ടകൾ വിരിയിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ബുധനാഴ്ച ദിവസമാണ് ഇവിടെ വിരിയിക്കുന്നത്. നമ്മൾ ചെന്ന ദിവസം വിരിഞ്ഞിട്ടുള്ള കുട്ടികളാട്ടത്തൊക്കെ. അപ്പോൾ ഇന്ന് കുറച്ച് സമയം കൂടെ കാത്തിരിക്കുകയാണെങ്കിൽ ഇത് കൊണ്ടുപോകുന്ന വീഡിയോ കൂടി നമുക്ക് ചെയ്യാമായിരുന്നു. പക്ഷേ നമുക്ക് സമയമില്ല. മാത്രമല്ല ഒരുപാട് ജോലികൾ ഇന്നുണ്ട് കേട്ടോ. ഉച്ചയ്ക്ക് ശേഷം ലീവ് എടുത്തിട്ട് ഒരു ഹോസ്പിറ്റൽ കേസ് ഉണ്ടായതുകൊണ്ട് ലീവ് എടുത്ത് വന്നതാണ് ഞാൻ. അന്ന് എല്ലാ പരിപാടികളും ഒന്നിച്ച് തീർക്കാമെന്ന് വെച്ചിട്ട് വന്നതാണ്. അപ്പോൾ ഈ ഹാച്ചറിയിൽ അവർ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത് കാടയിലാണ്. മറ്റ് കടകളെ അപേക്ഷിച്ച് കാടമുട്ട നമുക്ക് വില കുറച്ച് ഇവിടുന്ന് വാങ്ങിക്കാം കേട്ടോ. അതിൻ്റെ കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസും വിലയൊന്നും ഞാൻ ചോദിച്ചില്ല, കാരണം എനിക്ക് സമയമില്ലായിരുന്നു. അപ്പോൾ ഇതേ മുട്ടയിടുന്ന കാടകളാട്ടോ ഇത്. ഫാമിൻ്റെ നല്ലൊരു ഭാഗം ഏരിയയും ഇവർ മാറ്റി വെച്ചിരിക്കുന്നത് കാടയ്ക്ക് വേണ്ടിയിട്ടാണ്. കാരണം ചെറിയ കാടകളെ മറ്റുള്ളവർക്ക് വിൽക്കാൻ വേണ്ടിയിട്ടുള്ളത്, അതേപോലെ അവർക്ക് മുട്ടയ്ക്ക് വേണ്ടിയിട്ടുള്ളത്, ഇറച്ചി ആവശ്യമുള്ള കാടകൾ, ഈ 3 ടൈപ്പ് കാടകളും ഇവിടെ സുലഭമായിട്ട് കിട്ടും. അപ്പോൾ പല ഏജിലുള്ള കാടകൾ ഇവിടെ ഉണ്ട്. അപ്പോൾ മെയിനായിട്ട് അവർ മുട്ടയ്ക്ക് വേണ്ടിയിട്ടുള്ള കാടകളാണ് ചെയ്യുന്നത്. അതേപോലെ ഇറച്ചിക്കും ബൾക്കായിട്ട് കൊടുക്കുന്ന വേണ്ടിയിട്ടുള്ളതൊക്കെ അവിടെ ഉണ്ട്. അതേപോലെ നമ്മൾ തൊട്ടപ്പുറത്ത് കണ്ടൊരു കാഴ്ചയാണ് നമ്മുടെ മുട്ടക്കോഴികളാട്ടത്. മുട്ടക്കോഴികൾ തീറ്റ കഴിക്കുന്നു. മുട്ടതേ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഈ ഒരു മുട്ടയും കിട്ടുന്നുണ്ടാവും. എനിക്ക് ചോദിക്കാൻ സമയമൊന്നും കിട്ടിയില്ല കേട്ടോ. അപ്പോൾ ഇത് മറ്റേ ഫയോമി കോഴികളെന്ന് പറയുമല്ലോ, ഫയോമി എന്നാണോ എനിക്കറിയില്ല കറക്റ്റ്, അതെങ്ങനെയാണ് പറയുകയെന്ന് എനിക്കറിയില്ല, വലിയ പരിചയം എനിക്കില്ല കേട്ടോ. അപ്പോൾ ആ കോഴികളും അവിടെ ഉണ്ട്. കുറച്ച് കരിങ്കോഴികളൊക്കെ ആയിട്ട് ഇതേ ഒരു 2 ചെറിയൊരു ഷെഡിൽ ഇവരും ഉണ്ട് കേട്ടോ. അപ്പോൾ കോഴികൾ വളരെ കുറവാണ് കാടകളെ കമ്പയർ ചെയ്യുമ്പോൾ. കാടകളിലാണ് അവർ കൂടുതൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫാമിൻ്റെ നല്ലൊരു ഭാഗവും കാടയ്ക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. കാടയിലാണ് കേട്ടോ അവർ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ എവിടെ നോക്കിയാലും കാടകളാണ്, പല സൈസിലുള്ള കാടക്കുട്ടികൾ. ഇത് കണ്ടോ, ഇത് വളരെ ചെറിയ കുട്ടികളാണ്, കുറച്ച് പ്രായമായിട്ടുള്ളൂ. അപ്പോൾ ഇതേപോലുള്ള പല
സൈസിലുള്ള കുട്ടികൾ ഇവിടെ ഉണ്ട്. അപ്പോൾ പൂക്കോട്ടുംപാടം പായുംപാടത്താണ് ഈ ഒരു ലൊക്കേഷൻ കറക്റ്റ്. അങ്ങനെ നമ്മൾ മുട്ടയൊക്കെ വിരിയിക്കാൻ കൊടുത്തിട്ട് നമുക്കൊരു കാലിത്തീറ്റ വാങ്ങിക്കാനുണ്ട് കേട്ടോ. ഏകദേശം 17 രൂപയ്ക്കാണ് 1 കിലോ കാലിത്തീറ്റ നമ്മൾ വാങ്ങിച്ചത്. അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ ഒരു വീഡിയോ ചെയ്യുന്നതാണ്. അങ്ങനെ നമ്മൾ കാലിത്തീറ്റ വാങ്ങിച്ച് നമുക്ക് പൈസ കൊടുത്ത് നേരെ പോകാനുണ്ട്. നമുക്ക് ഇന്ന് ഒരുപാട് ജോലികളുണ്ട് കേട്ടോ. എല്ലാം ഒരുമിച്ച് തീർക്കാന്നുള്ള ആ തീരുമാനത്തിലാണ് ഞാൻ പോകുന്നത്. അങ്ങനെ അവിടുന്ന് കാലിത്തീറ്റയും വാങ്ങിച്ചതേ നമ്മുടെ സന്ദീപേട്ടൻ്റെ വർക്ക്ഷോപ്പാണ്. എൻ്റെ സ്വന്തം ഏട്ടനെ പോലെ കാണുന്ന ഒരാളാണ്. ഞാൻ ഇവിടുന്ന് കേട്ടോ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാറ്. നമ്മൾ കളക്ഷൻ ഫീൽഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എവിടെ നിന്നാണോ ഭക്ഷണം കഴിക്കാൻ പറ്റുന്നത് അവിടുന്ന് കഴിക്കുക എന്നുള്ളതാണ് നമ്മുടെ പോളിസി. അപ്പോൾ ഞാനെന്നും ഈ ഏട്ടൻ്റെ കൂടെയാണ് ഫുഡ് കഴിക്കാറ്. അപ്പോൾ ഇവിടെ നമ്മൾ കുറച്ച് അരിത്തവിട്, നമ്മുടെ താറാവിനും കോഴിക്കൊക്കെ തവിടില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ട് ചെറിയ വിലയ്ക്ക് കിട്ടിയപ്പോൾ നമ്മൾ വാങ്ങിച്ച് ഇവിടെ വെച്ചായിരുന്നു കേട്ടോ. അപ്പോൾ തിരിച്ചു കൊണ്ടുപോകാൻ സ്കൂട്ടി അത്യാവശ്യമാണ്. അപ്പോൾ സന്ദീപ് ഏട്ടൻ്റെ പണിക്കാരാണ്. എല്ലാവരും ഒരു ഫാമിലി പോലെ കേട്ടോ ഇവിടെ മുന്നോട്ട് പോകുന്നത്. മുതലാളി തൊഴിലാളി എന്നൊരു വ്യത്യാസം ഞാനിവിടെ പണിക്കാർക്കും മുതലാളിക്കും ഇടയിൽ കണ്ടിട്ടില്ല കേട്ടോ. എല്ലാവരും നല്ല രീതിയിൽ അങ്ങനെ പോവുകയാണ്. അങ്ങനെ നമ്മൾ അവിടുന്ന് ഇറങ്ങി കേട്ടോ. നമുക്ക് ഒരു പരിപാടി കൂടി ഉണ്ട്. പച്ചക്കറി വേസ്റ്റ് എടുക്കാനുണ്ട് കേട്ടോ. സാധാരണ ഞാൻ വർക്ക് കഴിഞ്ഞ് പോകുമ്പോൾ എടുത്തു പോകാറാണ് പതിവ്. അപ്പോൾ നമുക്ക് പച്ചക്കറി വേസ്റ്റിലൊരു മെച്ചം എന്ന് വെച്ചാൽ ഇതേ കടയുടെ ഉടമ, അതായത് നമ്മുടെ ആസാദ് കാക്ക കേട്ടോ. ആസാദ് കാക്ക നമുക്ക് പച്ചക്കറിയൊക്കെ പാക്ക് ചെയ്ത് വളരെ വൃത്തിയായിട്ട് എടുത്ത് കൊണ്ടുപോയാൽ മതി എന്നുള്ള രീതിയിലാട്ടോ നമുക്ക് തരിക. വേറെ എവിടെയും കിട്ടില്ല കേട്ടോ ഇങ്ങനെ ഒരു കട മുതലാളിയെ. ബാക്കിയുള്ള സ്ഥലത്തൊക്കെ നമ്മൾ കൈയിട്ട് വാരി ആകെ വൃത്തികേടാക്കിയിട്ടൊക്കെ വേണം കൊണ്ടുപോകാൻ. ഇത് മൂപ്പര് നല്ല നീറ്റായിട്ട് നല്ലൊരു കവറിൽ ഇതേപോലെ ഇങ്ങനെ വെച്ച് തരും. എടുത്ത് വണ്ടിയിൽ വെക്കുക, തിരിച്ച് വീട്ടിലേക്ക് പോരുക. അതുമാത്രമേ നമ്മൾ ചെയ്യേണ്ടതുള്ളൂ കേട്ടോ. പച്ചക്കറി വേസ്റ്റൊക്കെ നമ്മൾ നല്ല രീതിയിൽ പാക്ക് ചെയ്ത് നമ്മുടെ വണ്ടിയിൽ കൊണ്ടുവയ്ക്കുകയാണ്. അപ്പോഴേക്കും ഷിയാസ് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടോ. ഈ ബിൽഡിങ്ങിന് തൊട്ട് മേലെയാട്ടോ നമ്മുടെ ഓഫീസ് നിൽക്കുന്നത്. അങ്ങനെ ഷിയാസ് വന്നു കേട്ടോ. ഇനി നമുക്ക് ചെറിയൊരു പരിപാടിയുണ്ട്. ഒരുപാട് ദിവസമായിട്ട് പറയുകയാണ് അവൻ ഒരു സ്പോട്ട് പറഞ്ഞിട്ടുണ്ട്. അവിടെ നല്ല പൊറാട്ടയും ബീഫും കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഏതായാലും ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് ശേഷം ലീവായിരുന്നു, അവനും ഫ്രീ ആണ്. അപ്പോൾ ഇനി ആ പൊറാട്ടയും ബീഫും ഒന്ന് കഴിച്ചു നോക്കാമെന്നുള്ള ഇതിൽ അങ്ങോട്ട് പോയതാണ്. അപ്പോൾ സംഭവം പൊറാട്ട വന്നു കേട്ടോ. നല്ല ചൂട് അടിപൊളി പൊറാട്ട തന്നെ മതി കേട്ടോ, കറിയൊന്നും വേണ്ട കഴിക്കാൻ. അപ്പോൾ ഇനി നമ്മുടെ ബീഫ് കൂടി വരാനുണ്ട് കേട്ടോ. അപ്പോൾ ദേ ബീഫ് വന്നു കേട്ടോ. കണ്ടാൽ തന്നെ അറിയില്ലേ എന്താ ടേസ്റ്റ് എന്നോ. സംഭവം ബീഫ് ഞാൻ കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന സാധനമാണ്. പക്ഷേ കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് വയറ് വേദനിക്കും. പക്ഷേ എന്താ ചെയ്യുക, ഞാൻ കഴിക്കും കേട്ടോ. എന്നിട്ട് രാത്രി അങ്ങനെ വയറ് വേദനിച്ച് ബുദ്ധിമുട്ടും. എന്നാലും കുഴപ്പമില്ല കേട്ടോ, നമുക്ക് ബീഫ് അത്ര ഇഷ്ടമാണ്. പക്ഷെ കുറേശ്ശെ കഴിക്കുള്ളൂ കേട്ടോ. നമ്മുടെ വയറ് വേദനിക്കുന്ന പ്രശ്നം കൊണ്ട് നമ്മൾ കുറേശ്ശെ കഴിക്കുള്ളൂ. ഷിയാസും ഇതേ കഴിച്ചു കൂടെ. സംഭവം അടിപൊളിയാണ്. ബീഫും പൊറാട്ടയൊക്കെ നമ്മൾ ഇങ്ങനെ കറിയൊന്നും ഒഴിക്കില്ല കേട്ടോ. ഷിയാസിന് ഇങ്ങനെ കറിയൊക്കെ ഒഴിച്ച് വേണം കഴിക്കാൻ. നമുക്ക് ആ ഒരു ബീഫിൽ മുക്കി പൊറാട്ട കഴിക്കാനാണ് താല്പര്യം കേട്ടോ. അതായത് നമ്മുടെ ചായ വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് 2 അടിപൊളി ചായ കൂടി പറഞ്ഞിട്ടുണ്ട്. ഇതേ നമ്മുടെ ചായ കൂടെ കിട്ടി കേട്ടോ. അങ്ങനെ ചായ കൂടി പൊറാട്ടയൊക്കെ കഴിച്ച് നമ്മൾ നേരെ തിരിച്ച് നമ്മുടെ ഓഫീസിൻ്റെ പാർക്കിങ്ങിലേക്ക് എത്തിയിട്ടോ. അപ്പോൾ നമ്മളെ എല്ലാ സാധനങ്ങളും നമ്മുടെ വണ്ടിയിലുണ്ട്. തവിടുണ്ട്, അതേപോലെ തന്നെ നമ്മുടെ പിണ്ണാക്കുണ്ട്, പച്ചക്കറി വേസ്റ്റ് ഉണ്ട്. എല്ലാം ദേ ഒറ്റ വണ്ടിയിൽ നമ്മൾ തിരിച്ച് നേരെ വീട്ടിലേക്ക് പോവുകയാണ്.